വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക എന്നതിൽ മാറി ഇടയ്ക്കിടയ്ക്കും ആ സമയത്തും എന്തെങ്കിലും കുറിച്ചുകൊണ്ടിരിക്കണം, കുടിച്ചുകൊണ്ടിരിക്കണം, അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഒരാളാണോ നിങ്ങൾ? ചില ആൾക്കാരെ സംബന്ധിച്ച് വൈകുന്നേരമാകുമ്പോൾ അവരുടെ സ്വഭാവം തീരെ അങ്ങ് മോശമാകും. കണ്ട് അതും ഇതുമെല്ലാം വലിച്ചു വാരി കഴിക്കുന്ന സ്വഭാവമുള്ള ആൾക്കാരുണ്ട്. ചില ആൾക്കാരെ സംബന്ധിച്ച് രാത്രി ഭക്ഷണത്തിന് ശേഷവും വീണ്ടും ഫ്രിഡ്ജിലും കിച്ചൺ ക്യാബിനറ്റുകളിലും ഇതുപോലത്തെ സ്നാക്കുകളും കുറിക്കാൻ അന്വേഷിക്കുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാർ എനിക്കറിയാം. ഇതിനെ വിളിക്കുന്നത് ക്രേവിങ്സ് എന്നാണ്. വേണമെങ്കിൽ കമ്പൾസീവ് ഈറ്റിംഗ്, ബിഞ്ചിങ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. ഇതൊരു ഗൗരവമുള്ളൊരു ഈറ്റിംഗ് ഡിസോർഡറാണ്. മിക്ക ആൾക്കാരും ഇത്തരമൊരു സ്വഭാവത്തിന് ശേഷം അവസാനം ചെന്ന് എത്തുന്നത് ഒരു വലിയൊരു കുറ്റബോധത്തിലായിരിക്കും. ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നാറുണ്ട്. ചില ആൾക്കാരെ സംബന്ധിച്ച് നേരെ തിരിച്ചാണ്, വലിയൊരു ആശ്വാസമാണ് അവിടെ ഉണ്ടാകുന്നത്. പല ആൾക്കാരും ഇതിനെ ജനറലൈസ് ചെയ്ത് ലൈറ്റായിട്ട് ഞാനൊരു ഫുഡിയാണ് എന്നുള്ള രീതിയിൽ അവസാനിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നതൊക്കെ തന്നെ ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ വിറ്റഴിക്കപ്പെടുന്ന 10,000-കണക്കിന് പ്രോഡക്റ്റുകളുടെ സാമ്പിൾസാണ്. ഇത് ഫുഡാണെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ അത് ഫുഡല്ല. വേണമെങ്കിൽ ഫുഡ് ലൈക്ക് സബ്സ്റ്റൻസ് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഇപ്പോൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാരിന്ന് ഒരു ക്വിക്ക് ബൈറ്റിന് ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള നിരവധി ബാറുകളാണ്. യാത്രക്കിടയിലും വീടുകളിലുമൊക്കെ ഇരുന്ന് ഇതുപോലത്തെ പാക്കറ്റുകൾ തുറന്ന് അതിനുള്ളിൽ കൈയിട്ട് നിരന്തരമായി കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം നമ്മളിൽ പല ആൾക്കാർക്കുണ്ട്. പിന്നെ ചോക്ലേറ്റുകൾ, അതുപോലെ തന്നെ കുക്കീസുകൾ, ക്രീം ബിസ്ക്കറ്റുകൾ. എന്താണ് ഒരുപക്ഷെ ഇന്ന് നമ്മുടെ സമൂഹം ഇത്തരത്തിലുള്ളൊരു വലിയ ഒരു ഫുഡിൻ്റെ ഒരു വലിയൊരു ബാസ്ക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സ്വഭാവമുള്ള ഒരാൾക്കാരാണ്. നമുക്കിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് രോഗങ്ങൾ, ഇപ്പോൾ പ്രമേഹവും അമിതവണ്ണവും ഓൾട്ടേഡ് ആയിട്ടുള്ള ലിപ്പിഡ് പ്രൊഫൈൽ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾക്ക് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ രോഗങ്ങളുള്ള ആൾക്കാർക്ക് ഭൂരിഭാഗം ആൾക്കാർക്കും ഇത്തരത്തിലുള്ള ഗൗരവമുള്ള ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ട്, അല്ലെങ്കിൽ ക്രേവിങ്സ് ഉണ്ട്. നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഈ ക്രേവിങ്സ് അല്ലെങ്കിൽ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് എന്തുകൊണ്ടുണ്ടാകുന്നു, ഇതിനെ സയൻറ്റിഫിക്കായിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന 5 മികച്ച സൊല്യൂഷൻസ് എന്തൊക്കെയാണ് എന്ന വിഷയമാണ്. ക്രേവിങ്സിനെ അല്ലെങ്കിൽ ഈറ്റിംഗ് ഡിസോർഡറിനെ എങ്ങനെ പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഹങ്കർ എന്താണ്, വിശപ്പ് എന്താണെന്നുള്ളതാണ്. കാരണം വിശപ്പിൻ്റെ ഒരു പ്രത്യേക അവസ്ഥാന്തരമാണല്ലോ ഈ ക്രേവിങ് എന്ന് പറയുന്നത്. വിശപ്പ് നമ്മുടെ ശരീരത്തിന്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ, നമ്മുടെ ശരീരത്തിൻ്റെ ഒരു നോർമൽ ഫിസിയോളജിക്കൽ ഒരു റെസ്പോൺസാണ്. നമ്മുടെ ശരീരത്തിന് വിശപ്പ് അല്ലെങ്കിൽ പോഷകങ്ങൾ ആവശ്യമാണ്, ഊർജ്ജം ആവശ്യമാണ് എന്നതിൻ്റെ ഒരു മെസ്സേജിങ് ആണ്, അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷനാണ് ഹങ്കർ എന്ന് പറയുന്നത്, വിശപ്പ് എന്ന് പറയുന്നത്. അപ്പോഴാണല്ലോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഈ വിശപ്പുണ്ടാകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ശരീരത്തിൽ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ന്യൂറോളജിക്കൽ ആൻഡ് ഹോർമോണലായിട്ടുള്ള ഒരു സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളുടെ ദഹനവ്യൂഹത്തിൻ്റെ ഉള്ളിൽ, അതിൻ്റെ ഉൾഭിത്തിയിൽ, പ്രത്യേകിച്ചും സ്റ്റൊമക്കിൻ്റെ, ആമാശയത്തിൻ്റെ, ചെറുകുടലിൻ്റെ, പാൻക്രിയാസിനൊക്കെ തന്നെ അതിൻ്റെ ഉൾഭിത്തിയിൽ വളരെ സൂക്ഷ്മമായിട്ടുള്ള സെൻസേഴ്സ് ഉണ്ട്, റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈ സെൻസേഴ്സും റിസപ്റ്റേഴ്സും ഉൽപ്പാദിപ്പിക്കുന്ന ചില ഹോർമോണുകളും ചില കെമിക്കൽസും നമ്മുടെ തലച്ചോറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങനെയാണ് നമുക്കൊരു ജെന്യുവിനായിട്ടുള്ള ഒരു വിശപ്പ് അല്ലെങ്കിൽ ഹങ്കർ ഉണ്ടാകുന്നത്. വിശപ്പുണ്ടാകുന്നതോട് ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് തോന്നിയ ഒന്ന് ഗ്രലിൻ എന്ന് പറഞ്ഞ ഹോർമോണാണ്. ഇതുണ്ടാക്കുന്നത് നമ്മുടെ ആമാശയത്തിലും പാൻക്രിയാസിൻ്റെ സെൽസിൽ നിന്നാണ്. ഈ ഗ്രലിൻ നമ്മുടെ തലച്ചോറിൽ കൊടുക്കുന്ന മെസ്സേജിനനുസരിച്ചിട്ടാണ് നമുക്ക് വിശപ്പ് തോന്നുന്നതും പിന്നെ വിശപ്പിൻ്റെതായിട്ടുള്ള എല്ലാ ഫിസിയോളജിക്കൽ എക്സ്പ്രഷൻസ് ഉണ്ടായി നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ക്രേവിങ്സിനെ, ആർത്തിയെ നിയന്ത്രിക്കുന്നതിന് ശാസ്ത്രീയമായിട്ടുള്ള എന്ത് മാർഗങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? ക്രേവിങ്സിനെ നിയന്ത്രിക്കാനായിട്ടുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം നമ്മളുടെ ചെറുകുടലിൽ GLP-1 എന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂട്ടുക എന്നാണ്. ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഈ GLP-1 എന്ന് കേൾക്കുന്നത്. അതൊരു ഹോർമോണാണ്. അതിൻ്റെ പൂർണ്ണരൂപം ഗ്ലൂക്കഗോൺ ലൈക്ക് പെപ്റ്റൈഡ് എന്നാണ്. പെപ്റ്റൈഡ് 1 ഒരു 31 അമിനോ ആസിഡുകളുടെ സങ്കീർണമായ ഒരു ഹോർമോണാണ്. അത് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ ചെറുകുടലിലെ എൽ സെൽസ് ആണ്. എന്താണ് ഈ GLP-1ൻ്റെ പ്രത്യേകത? നമുക്ക് വേണമെങ്കിൽ ഇതിനെ തൃപ്തി ഹോർമോൺ എന്ന് വേണം വിളിക്കാം. വിശപ്പുണ്ടാകുന്ന ഹോർമോൺ ഗ്രലിനാണ് എന്ന് പറഞ്ഞതുപോലെ വിശപ്പുണ്ടായാൽ അല്ലെങ്കിൽ വിശപ്പ് കഴിഞ്ഞാൽ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തൃപ്തി തോന്നുന്ന ഇമ്മീഡിയറ്റ് എഫക്റ്റ് ഉണ്ടാകുന്ന ഹോർമോൺ GLP-1 ആണ്. GLP-1 ഹോർമോണിന് വളരെ ഒരു ഫാർമസ്യൂട്ടിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം
GLP-1 രാസ സ്വഭാവം ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഒരു മരുന്ന് സെമാഗ്ലൂറ്റൈഡ് ഇന്ന് ടൈപ്പ് 2 ഡയബറ്റീസിനും പ്രമേഹത്തിനും അമിതവണ്ണത്തിനും വളരെയധികം പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വിപ്ലവകരമായിട്ടുള്ള മരുന്നായിട്ട് മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ടേൺ ഓവർ ഉണ്ടാക്കുന്ന മരുന്നുകളിലൊന്ന് സെമാഗ്ലൂറ്റൈഡാണ്. അത് GLP-1 ഒരു അനലോഗാണ്. ഇത് വളരെ സ്വാഭാവികമായിട്ട് തന്നെ നമ്മളുടെ ചെറുകുടൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് ക്രേവിങ്സിനെ ഡീൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കിനി നോക്കേണ്ടത് എങ്ങനെ നമ്മുടെ ശരീരത്തിൽ GLP-1 ഹോർമോൺ വളരെ എഫക്റ്റീവായിട്ട് നാച്ചുറലായിട്ട് ഉണ്ടാക്കാമെന്നുള്ളതാണ്. ഇതിന് പ്രധാനമായിട്ടും വേണ്ടത് 3 മാർഗ്ഗങ്ങളാണ്. ഒന്ന്, നമ്മുടെ ശരീരത്തിൽ ചെറുകുടലിൽ ആവശ്യത്തിൽ GLP-1 ഉൽപ്പാദിപ്പിക്കാൻ വേണ്ട ആവശ്യത്തിലധികം എൽ സെൽസ് ഉണ്ടാകുക എന്നുള്ളതാണ്. 2, എൽ സെൽസ് പരമാവധി GLP-1 ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. 3, GLP-1 ഉൽപ്പാദിപ്പിച്ചാൽ തന്നെ അത് വിഘടിച്ച് പോകുന്ന മറ്റൊരു ഹോർമോണുണ്ട് DPP-4 എന്ന് പറയുന്നത്. DPP-4 ഉൽപ്പാദനം കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ പരമാവധി GLP-1 നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ ആരോഗ്യകരമായിട്ട് ഭക്ഷണം കഴിക്കാനും ഭക്ഷണം ആവശ്യത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു തൃപ്തി തോന്നാനും പറ്റുന്ന ഒരു ഫിസിയോളജിക്കൽ എൻവയറമെൻറ്റ് നമ്മളിലുണ്ടാവും. ഇവിടെയാണ് ക്രേവിങ്സിനെ നിയന്ത്രിക്കുന്നതിന് ഏറ്റവും ശാസ്ത്രീയമായ ഒരു മാർഗം ഒളിഞ്ഞിരിക്കുന്നത്. നമുക്കിതെങ്ങനെ ഭക്ഷണത്തിൽ കൊണ്ടുവരാൻ പറ്റും നോക്കാം. ഭക്ഷണത്തിൽ ഇത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ 3 പ്രധാനപ്പെട്ട പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവണം. ശ്രദ്ധിച്ച് കേൾക്കുക. അതിലൊന്ന് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ്, 2 പോളിഫിനോൾസ്, 3 തൈലക്കോയിഡ്സ്. എന്താണ് ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് വേണ്ടത്ര അളവിൽ നാരുകളുണ്ടെങ്കിൽ, ഫൈബർ ഉണ്ടെങ്കിൽ, നമ്മുടെ ചെറുകുടലിൽ ഉള്ള കോടാനുകോടി ബാക്ടീരിയകൾ, നമുക്കറിയാം മൈക്രോബയോം അല്ലെങ്കിൽ ഗട്ട് മൈക്രോബയോം, അവയുമായിട്ട് പ്രവർത്തിച്ച് അതിനെ ഫെർമെൻറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒന്നാണ് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ്. അതായത് എൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? ഫൈബർ പ്ലസ് ബാക്ടീരിയ ഗീവ്സ് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ്. അങ്ങനെയാണെങ്കിൽ ഫൈബറിനെ നമുക്ക് വേണമെങ്കിൽ പ്രീബയോട്ടിക് എന്ന് വിളിക്കാം, ബാക്ടീരിയ അതായത് നമ്മൾ പ്രോബയോട്ടിക്, ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് പോസ്റ്റ് ബയോട്ടിക്. ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് എൽ സെൽസിനെ പ്രൊമോട്ട് ചെയ്യുന്നു, വളരെയധികം GLP-1 ഉണ്ടാക്കുന്നു. സോ ദാറ്റ് മീൻസ് നാച്ചുറലായിട്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമുക്കൊരു സറ്റൈറ്റി, ഒരു തൃപ്തി ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ 2 കാര്യങ്ങൾ മനസ്സിലായി. കഴിക്കുന്ന ഭക്ഷണത്തിൽ നല്ലോണം നാരുകൾ വേണമെന്നുള്ളത്. നാരുകൾ അടങ്ങുന്ന ഭക്ഷണം എന്താണ്? വളരെ ലളിതമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. നമ്മൾ കഴിക്കുന്ന പച്ചക്കറികൾ, നമ്മൾ കഴിക്കുന്ന ഇലക്കറികൾ, നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സിലാണ് ഏറ്റവും കൂടുതൽ നാരുകൾ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ: നിങ്ങൾ കഴിക്കുന്ന ഓരോ മീലിലും ആവശ്യത്തിന് വെജിറ്റബിൾസ് ഉണ്ടോ? ഞങ്ങൾ സാധാരണ ഹാർമണിയിൽ പറയുന്നൊരു പ്രിൻസിപ്പിളുണ്ട്. നിങ്ങളുടെ പ്ലേറ്റിൻ്റെ 50% വെജിറ്റബിൾസും ലീവ്സും ഉണ്ടെങ്കിൽ ഐ തിങ്ക് നിങ്ങൾക്ക് ക്രേവിങ്സിന് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഡയറ്ററി പാറ്റേൺ ആണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. ഉദാഹരണത്തിന്, ഉച്ചയ്ക്ക് ചോറാണ് കഴിക്കുന്നതെങ്കിൽ, മീൽസാണ് കഴിക്കുന്നതെങ്കിൽ വളരെ കുറച്ച് റൈസും ഇഷ്ടംപോലെ വെജിറ്റബിൾസും, നല്ല കുക്ക്ഡ് വെജിറ്റബിൾസും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സാലഡ് ഉണ്ടെങ്കിൽ, ഇറ്റ് മേക്ക് ഷുവർ ദാറ്റ് ഇനഫ് ഫൈബർ. ഇനി മറ്റൊന്ന്, ആവശ്യത്തിന് ബാക്ടീരിയകൾ ഉണ്ടാകുക എന്നുള്ളതാണ്. പ്രോബയോട്ടിക് ആയിട്ടുള്ളൊരു എൻവയറമെൻറ്റ്, നല്ലൊരു പ്രോബയോട്ടിക് ഒരു ഫ്ലോറ നമ്മുടെ ഗട്ടിലുണ്ടാവുമെന്നുള്ളതാണ്. പല ആൾക്കാർക്ക് ഇത് വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ ജനറലായിട്ട് നമുക്കൊരു പ്രോബയോട്ടിക് ഫുഡുകൾ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഒരുപക്ഷേ ഈ അവസ്ഥയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രോബയോട്ടിക് ഫുഡ് നമ്മുടെ ട്രഡീഷണൽ ഇന്ത്യൻ പിക്കിൾസാണ്. ഞാൻ പറഞ്ഞു വരുന്നത് വിനാഗിരി ഒഴിച്ചുണ്ടാക്കുന്ന ക്വിക്ക് പിക്കിൾസ് അല്ല. പരമ്പരാഗതമായിട്ട് നമ്മൾ ഭരണികളിലൊക്കെ ഫൈബർ അടങ്ങുന്ന വെജിറ്റബിൾസിനെ ദീർഘനാൾ ഉപ്പിലിട്ടുണ്ടാക്കിയെടുക്കുന്ന ഇതെല്ലാം ഒരുപക്ഷെ ഏറ്റവും മികച്ച പ്രോബയോട്ടിക് ഫുഡുകളിലൊന്നാണ്. സോൾട്ടിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷേ ഇന്ന് വളരെ പോപ്പുലറായിട്ട് പലരും വീടുകളിൽ ഉണ്ടാക്കുന്ന വളരെ ഹൈ പ്രോബയോട്ടിക് ലെവൽസ് ഉള്ള ഫുഡുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കിംചി, അതുപോലെ തന്നെ സോർക്രോട്ട്, ഗ്രീക്ക് യോഗട്ട്, ഇതൊക്കെ നമ്മളുടെ ഗട്ടിലെ മൈക്രോബയോമിനെ എൻഹാൻസ് ചെയ്യുന്ന ഒന്നാണ്. ഇനി രണ്ടാമത്തെ എന്താണ്? പോളിഫിനോൾസ്. ഇതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന കളേർഡ് ആയിട്ടുള്ള കമ്പോണൻറ്റ്, നിറമുള്ള വസ്തുവിനെയാണ് പോളിഫിനോൾസ് എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന ഏറ്റവും നല്ല പല മൾട്ടി കളറായിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ലീവ്സും ഇഷ്ടംപോലെ പോളിഫിനോൾസ് നമ്മുടെ ഡയറ്റിൽ കൊണ്ടുവരും. ആൻഡ് പോളിഫിനോൾസ് ക്യാൻ സ്റ്റിമുലേറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് GLP-1. മൂന്നാമത് ഞാൻ പറഞ്ഞത് തൈലക്കോയിഡ്സ് ആണ്. എന്താണ് തൈലക്കോയിഡ്സ്? നമ്മൾ ക്ലോറോഫിലിനെ കുറിച്ചും ഫോട്ടോസിന്തസിനെ കുറിച്ചും പഠിച്ചിട്ടുണ്ട്. ചെടികളിൽ കാണുന്ന കളേർഡ് പാർട്ടാണ് ക്ലോറോപ്ലാസ്റ്റ്. അതിലടങ്ങിയിരിക്കുന്ന ഒന്നാണ് തൈലക്കോയിഡ്സ്. തൈലക്കോയിഡ്സിനും സെയിം ഇഫക്റ്റാണ്.
അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കഴിക്കുന്ന ചീരയായിരിക്കാം, സ്പിനാഷ് ആയിരിക്കാം, അല്ലെങ്കിൽ മുരിങ്ങയിലായിരിക്കാം. നിങ്ങൾ വീറ്റ് ഗ്രാസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഹൈ ഗ്രീൻ കളേർഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകളുള്ള സ്പൈറുലീന, അതുപോലെ നമ്മുടെ നാട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന കറികൾക്ക് ഉപയോഗിക്കുന്ന നാടൻ ഇലകൾ, ഇതിലെല്ലാം തൈലക്കോയിഡ്സ് ഉണ്ട്. തൈലക്കോയിഡ്സിനും GLP-1ൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ കൂടുതൽ പച്ചക്കറികൾ കഴിക്കണം, ഇലക്കറികൾ കഴിക്കണം, പഴങ്ങൾ കഴിക്കണം. ഇതെല്ലാം നമ്മളുടെ ഭക്ഷണത്തിൽ ഓരോ മീൽസിലും ഉണ്ടാകണം എന്ന് പറയുന്നതൊരു പുതിയ കാര്യമല്ല. പക്ഷേ അതിൻ്റെ പുറകിലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബയോ കെമിസ്ട്രിയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്രേവിങ്സിനെ ഡീൽ ചെയ്യാൻ ഇതിനേക്കാൾ ലളിതമായ മറ്റൊരു മാർഗം ഇല്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു പരിഹാരം എനിക്ക് തോന്നുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ ക്രേവിങ്സ് ഉള്ളത് ഒരു ഇമോഷണൽ ഈറ്റിംഗ് ആണ്. അതായത് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള വളരെ ആഴത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഇമോഷൻസ്. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ കാണുന്നത് സ്ട്രെസ് ഈറ്റിംഗ് ആണ്. അല്ലെങ്കിൽ ചിലർ ഡിപ്രസീവ് ആവുന്നു, ആ സമയത്ത് ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ട്, അതും ഇതുമെല്ലാം പറക്കി കഴിക്കുന്നു. ചില ആൾക്കാരെ സംബന്ധിച്ച് ബോർഡർ, ഒന്നും ചെയ്യാനില്ല എന്നാൽ പിന്നെ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇനി ചില ആൾക്കാരെ സംബന്ധിച്ചാണെങ്കിലോ ചിലപ്പോൾ അമിതമായ സന്തോഷവും ആഹ്ലാദവും ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇമോഷണൽ ഈറ്റിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ്. അത് കൂടുതലും സൈക്കോളജിക്കലാണ്. അതായത് നമ്മുടെ ശരീരത്തിന് പോഷകങ്ങളോ അല്ലെങ്കിൽ ഊർജ്ജമോ ആവശ്യമൊന്നുമില്ല, പക്ഷേ ആ ഡിമാൻഡ് കൂടുതലും ഫിസിയോളജിക്കൽ ഡിമാൻഡല്ല, സൈക്കോളജിക്കൽ ഡിമാൻഡാണ്. നമുക്കതിന് എന്ത് ചെയ്യാൻ സാധിക്കും? ഇമോഷണൽ ഈറ്റിങ്ങിനെ ഡീൽ ചെയ്യാനായിട്ട് പ്രധാനമായിട്ടുള്ളത് ഒന്ന്, കുറച്ച് മൈൻഡ്ഫുൾ ആകുക എന്നുള്ളതാണ്. നമുക്ക് ഇങ്ങനത്തുള്ളൊരു ഇമോഷൻ ഉണ്ട്, ആ ഇമോഷനാണ് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നൊന്ന് അവെയർ ആകുമ്പോൾ തന്നെ എനിക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള ഈറ്റിംഗ് ഡിസോർഡേഴ്സിന് അല്ലെങ്കിൽ ഈ ടെൻഡൻസിയെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കാറുണ്ട്. മറ്റൊന്ന്, അഥവാ കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ എന്തുകൊണ്ട് നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കിങ് ചെയ്തുകൂടാ? കൂടുതൽ ആൾക്കാരും എനിക്ക് തോന്നുന്നു സ്നാക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ ക്രേവ് ചെയ്യുന്നത് സ്വീറ്റിനെയാണ്, അല്ലെങ്കിൽ മധുരത്തെയാണ്, അല്ലെങ്കിൽ പഞ്ചസാരയാണ്, അല്ലെങ്കിൽ സ്വീറ്റ് അടങ്ങുന്ന ഫുഡുകളാണ്. ഇത് ശരിക്കും നാച്ചുറലാണ്. പല പഠനങ്ങൾ നടന്നിട്ടുണ്ട്. നമുക്ക് മധുരത്തിൽ നിന്ന് ആ മാധുര്യം ഉണ്ടാക്കുന്ന സാധനം എടുത്ത് മാറ്റിയാൽ പോലും സ്റ്റിൽ വി വിൽ ക്രേവ് ഫോർ സ്വീറ്റ് റിലേറ്റഡ് ഫ്രൂട്ട്സ്. അപ്പോൾ പല ആൾക്കാരും അവരുടെ ജീവിതത്തിൽ കടിച്ചു പിടിച്ച് മധുരം മാറ്റി നിർത്തുന്ന പ്രക്രിയ ചെയ്യാറുണ്ട്. ഷുഗർ കട്ട് എന്ന് പറയുന്ന പല ആൾക്കാരും ചെയ്യാറുണ്ട്. പക്ഷേ 1-2 ആഴ്ചയൊക്കെ നോക്കി അവസാനം നമുക്ക് സകല നിയന്ത്രണവും നഷ്ടപ്പെട്ട് മധുരമുള്ള എല്ലാം വലിച്ചു വാരി കഴിക്കുന്ന ഒരു റെസ്പോൺസാണ് അവസാനം ഉണ്ടാവാറുള്ളത്. ഇതിനൊരു കാരണമുണ്ട്. കാരണം നമ്മുടെ ശരീരം ഈ പരിണാമത്തിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് ബിൽട്ടിനായിട്ട് സർവൈവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ സ്വീറ്റിനെ ക്രേവ് ചെയ്യുന്ന പലതരത്തിലുള്ള റിസപ്റ്റേഴ്സ്, അത് നാവിലല്ല കൂടുതലും അടങ്ങിയിരിക്കുന്നത്. സ്വീറ്റ് ടൂത്ത് അല്ല നമുക്കുള്ളത്. നമുക്ക് കൂടുതലും ചെറുകുടലിൽ ഷുഗറിനെ അല്ലെങ്കിൽ ഗ്ലൂക്കോസിനെ ഡിമാൻഡ് ചെയ്യുന്ന കോശങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം അത് സർവൈവലിന് വളരെ ആവശ്യമാണ്. നിർഭാഗ്യവശാൽ ഇന്ന് നമുക്കത് ആവശ്യമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് മധുരത്തിനോടുള്ള താല്പര്യത്തെ ഡീൽ ചെയ്യുന്നതിന് ഹെൽത്തി ആയിട്ടുള്ള മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. എന്തുകൊണ്ട് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള സ്വീറ്റ്സ് കഴിച്ചുകൂടാ? ഇപ്പോൾ ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ഒന്ന് ഓർഗാനിക് ജാഗറിയും നല്ല ഹോൾ ബ്രൗൺ റൈസും കൊണ്ടുണ്ടാക്കിയ അരിയുണ്ട ആവാം, അല്ലെങ്കിൽ ഡേറ്റ്സ് ആവാം, അല്ലെങ്കിൽ നട്ട്സിൻ്റെയും ഡേറ്റ്സിൻ്റെയും അതുപോലത്തെ സീഡ്സിൻ്റെയൊക്കെ ബാറുകളാവാം, മേ ബി അല്ലെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സ് ആവാം, മേ ബി ചിലപ്പോൾ ഈവൻ ഡാർക്ക് ചോക്ലേറ്റ്സ് ആവാം, ഹെൽത്തി ആയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ്സ് ആവാം. അപ്പോൾ ഹെൽത്തി ആയിട്ട് സ്നാക്ക് ചെയ്യുക. അവിടെ കൊണ്ടും തീരുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഇമോഷണൽ ഇഷ്യൂസിനെ കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യമാണ്. മേ ബി യു മേ ഹാവ് ടു എ മെൻ്റൽ ഹെൽത്ത് എക്സ്പേർട്ട് ഓർ എ സൈക്കോളജിസ്റ്റ്. ക്രേവിങ്സ് നിയന്ത്രിക്കാൻ മൂന്നാമത്തെ പ്രധാനപ്പെട്ട സൊല്യൂഷൻ, നിങ്ങൾ കഴിക്കുന്ന ഓരോ മീലും ഹോൾസം ആവുക എന്നുള്ളതാണ്. അതായത് എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ടാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മിക്ക ആൾക്കാരും പറയുന്നൊരു കാര്യമാണ്, ഞാൻ രാവിലെ ഒരു 3 ഇഡ്ഡലിയും ചട്നിയും കഴിച്ചാണ് ഒരു 11 മണിയാകുമ്പോൾ ഭയങ്കരമായിട്ട് വിശപ്പുണ്ടാകും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ നേരത്തെ കഴിച്ച മീലിൽ ആവശ്യത്തിൽ ന്യൂട്രിയൻസ് ബാലൻസ്ഡ് ആയിട്ട് ഉണ്ടായില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇതിനകത്ത് ഏറ്റവും പ്രാധാന്യത്തോടെ പറയേണ്ട ഒരു ന്യൂട്രിയൻ എന്താണെന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട, പ്രോട്ടീൻ തന്നെയാണ്. പലപ്പോഴും നമ്മൾ സംസാരിക്കാനുള്ളൊരു കാര്യം, ഓരോ മീലിലും ഒരു 30 മുതൽ 50 ഗ്രാമെങ്കിലും പ്രോട്ടീൻ കിട്ടുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആമാശയത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു, അതിനെ പറയുന്നത് ഗ്യാസ്ട്രിക് എംറ്റിങ് എന്ന് പറയും. അതുപോലെ തന്നെ അത് ആമാശയത്തിൻ്റെ ഭിത്തികളിൽ ഉണ്ടാക്കുന്ന സ്ട്രെച്ച്. അപ്പോൾ ഗ്യാസ്ട്രിക് എംറ്റിയിങ്ങും ഗ്യാസ്ട്രിക് സ്ട്രെച്ചും വിശപ്പുമായിട്ട് ബന്ധമുണ്ട്. സപ്പോസ് 2 മുട്ട മാത്രം കഴിച്ചു, ആ 2 മുട്ട മാത്രം കഴിച്ചാൽ ഉണ്ടാകുന്ന ഒരു ന്യൂട്രീഷണൽ ബാലൻസും
അതുണ്ടാക്കുന്ന വോളിയം വളരെ കുറവാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് വീണ്ടും വിശപ്പ് തോന്നാം. അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ കഴിക്കുന്നത് ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ മുട്ടയും കുറേ വെജിറ്റബിൾസും തേങ്ങയും നട്ട്സും സീഡ്സും അടങ്ങുന്ന നമ്മൾ പലപ്പോഴും ഷെയർ ചെയ്യാനുള്ള ഒരു എഗ് പിസ ആണെന്നുണ്ടെങ്കിലോ അതിൻ്റെ സറ്റൈറ്റി വളരെ കൂടുതലാണ്. അത് കൂടുതൽ സമയം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഗ്യാസ്ട്രിക് എംറ്റിങ്ങിന് എടുക്കുന്നു. അത് നല്ല ഗ്യാസ്ട്രിക് സ്ട്രെച്ച് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. നാലാമത്തെ പ്രധാനപ്പെട്ട ഒരു റീസൺ ഹോർമോണൽ ഇംബാലൻസ് അല്ലെങ്കിൽ സൊല്യൂഷൻ ഹോർമോണൽ ഇംബാലൻസ് ആണ്. നമ്മുടെ ശരീരത്തിൽ ക്രേവിങ്സ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഇത്തരത്തിൽ അമിത ഭക്ഷണം കഴിക്കണം തോന്നാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട കണ്ടീഷൻ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അതുപോലെ മറ്റൊന്നാണ് തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻസ്. ചിലപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം ആവാം അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം ആവാം. പല ആൾക്കാരിലും ഇത് ഡിറ്റക്റ്റ് ചെയ്താൽ പോകാറുണ്ട്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എനിക്കറിയുന്ന നല്ലൊരു ശതമാനം ആൾക്കാർക്ക് ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല. സോ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസുലിൻ്റെ ഇപ്പോഴത്തെ എഫിഷ്യൻസി, ഇൻസുലിൻ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യാം. അത് ഫാസ്റ്റിംഗ് ലെവലിൽ 5 to 7 യൂണിറ്റ്സിൽ താഴെയാണെന്നുണ്ടെങ്കിൽ യുവർ ഇൻസുലിൻ പെർഫോമൻസ് ഈസ് ഗുഡ്. അതിൻ്റെ മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ക്രേവിങ്സ് ഉണ്ടാകും. അതുപോലെ തന്നെ തൈറോയ്ഡ് ഫങ്ഷൻസ്, നിങ്ങളുടെ TSH, T3, T4 ലെവൽസും ചെക്ക് ചെയ്യണം. അവസാനത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒരുപാട് ആൾക്കാരിൽ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സ്ലീപ്പ് ഡിസോർഡേഴ്സാണ്. പല ആൾക്കാരും സ്ലീപ്പിനെ റെസ്പെക്റ്റ് ചെയ്യാറില്ല, സ്ലീപ്പിനെ ബഹുമാനിക്കാറില്ല. നിങ്ങൾ എത്ര സമയം ഉറങ്ങുന്നു, എത്ര നല്ല ക്വാളിറ്റിയിൽ ഉറങ്ങുന്നു, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സ്ലീപ്പിൻ്റെ ടൈമിംഗ്, ഡ്യൂറേഷൻ, ക്വാളിറ്റി. മിക്ക ആൾക്കാരും പറയുന്നൊരു ഫീഡ്ബാക്കാണ്, ഇന്നലെ ശരിയായ രീതിയിൽ ഉറങ്ങാൻ സാധിച്ചില്ല, പിറ്റേ ദിവസം ഭയങ്കരമായിട്ടുള്ളൊരു ക്രാമ്പ് ലൈക്ക് ഫീലിംഗ് ആയിരുന്നു. പല ആൾക്കാരും ഇത് എൻഡ് ചെയ്യുന്നത് ക്രേവിങ്സിലാണ്. ഇപ്പം നമ്മൾ സംസാരിച്ച കാരണങ്ങളും പരിഹാരങ്ങളും അല്ലാതെ ഹാർമണിയിൽ വരുന്ന പല ക്ലയൻസിലും ഇതല്ലാതെ മറ്റ് പല പ്രോബ്ലംസും കാണാറുണ്ട്. പെട്ടെന്ന് എനിക്കെടുത്ത് പറയാൻ പറ്റുന്നത് ചിലപ്പോൾ ഒരു മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ആയിരിക്കാം. ഒരുപക്ഷെ സിങ്കിൻ്റെയോ മെഗ്നീഷ്യത്തിൻ്റെയോ ക്രോമിയത്തിൻ്റെയോ ഒക്കെ തന്നെ കാരണങ്ങൾ കൊണ്ട് വരാം. അപ്പോൾ ഇതെന്താണെന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ക്രേവിങ്സും ഈറ്റിംഗ് ഡിസോർഡേഴ്സും അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇത് വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് അഡ്രസ്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമിതവണ്ണം, പ്രമേഹം അല്ലെങ്കിൽ അതുപോലത്തെ ഗ്യാസ്ട്രിക് ഡിസോർഡേഴ്സൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഇത് മാറിയേക്കാം.